ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി സ്റ്റോറി പാണ്ട. നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. ഈ കാണുന്ന ബോയ്ക്കാണെങ്കിൽ ഈ കാണുന്ന ഗേളിനോട് ഭയങ്കര ക്രഷാണ്. പക്ഷെ അവനാണെങ്കിൽ അത് പുറത്ത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഗേൾസ് ഒക്കെ പുറത്ത് റോഡിന്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ നായകൻ കാറിൽ ഒരു പെൺകുട്ടിയെ ഇരുത്തിയിട്ട് ഓടിച്ചു പോകുന്നവർ കാണുന്നുണ്ട്. കോളേജിൽ അന്ന് മീറ്റിംഗ് നടക്കുന്നത് സ്റ്റാച്യൂവിൽ പെയിന്റ് ഒഴിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ മീറ്റിങ്ങിന്റെ ഹെഡ് പറയുന്നുണ്ട്, ആ പെയിന്റ് ഒഴിച്ച കേസ് മാത്രമല്ല, ആ കുരങ്ങന്മാരുടെ പിക്ചർ വരച്ചതും പോരാത്തതിന് വേറെ കുറെ പിക്ചേഴ്സൊക്കെ കോളേജിന്റെ ചുവരിൽ വരയ്ക്കുന്ന അത് കാമക്കുര ബാങ്ക്സി എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ പുറകിലുള്ള ആളും ചിലപ്പോൾ ഒന്ന് തന്നെ ആയിരിക്കും എന്ന് പറയുകയാണ്. ഇത് ചെയ്തിരിക്കാൻ കൂടുതലും ചാൻസ് അവരുടെ ഏതെങ്കിലും ഒരു സ്റ്റുഡൻസ് തന്നെയായിരിക്കും. സോ അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. മീറ്റിങ്ങിന്റെ ഹെഡ് ഇങ്ങനെ കൊസാക്കയോട് ചോദിക്കുന്നുണ്ട്, നീ അതിനെക്കുറിച്ച് അറിഞ്ഞായിരുന്നോ? നിനക്ക് ആരാണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, സ്റ്റാച്യൂവിൽ പെയിന്റ് ഒഴിച്ചത് ഞാനാണ്, പക്ഷെ ബാക്കിയുള്ള കുട്ടിക്കളികളൊക്കെ ചെയ്തേക്കുന്ന ആരാന്ന് എനിക്കറിയില്ല. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ ഷോക്ക് ആവാണ്. എന്നിട്ട് ഹെഡ് ചോദിക്കുകയാണ്, നീ എന്താ ഉദ്ദേശിച്ചേ? അവൻ പറയുന്നത് ആ സ്റ്റാച്യു അവിടെ ഇരിക്കാനായിട്ട് അർഹതപ്പെടുന്നില്ല. അപ്പോൾ ഹെഡ് വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ ഒരു ക്രൈമാണ് ചെയ്തിരിക്കുന്നത്, അത് നിനക്കറിയാമോ? ആ സ്റ്റാച്യൂവിലിരിക്കുന്നത് അവരുടെ പണ്ടത്തെ പ്രസിഡന്റ് ആണ്. പുള്ളിയാണെങ്കിൽ പുള്ളിയുടെ ആർട്ട് വർക്കിന് വേണ്ടിയിട്ട് അവിടുത്തെ സ്റ്റുഡൻസിനെയൊക്കെ കുറെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെഡ് അപ്പോൾ പറയുന്നുണ്ട്, അതും ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇപ്പോൾ ഇല്ലല്ലോ. എന്നിട്ട് ഹെഡ് നമ്മുടെ നായികയോട് ചോദിക്കുന്നുണ്ട്, നീ ആ സംഭവം നടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ അവളിങ്ങനെ ടൈറ്റ് സ്പോട്ടിലായപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഫേസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവളും സമ്മതിക്കുകയാണ്, ആ ഫേസ് കവേർഡ് ആയിരുന്നു എന്ന്. അപ്പോഴേക്കും പുറത്തുനിന്ന് ഒരു ബോയ് വന്നിട്ട് പറയുകയാണ്, അവരുടെ കോർട്ട്യാർഡിൽ തീ പിടിച്ചു, പെട്ടെന്ന് ഓടി വരാനായിട്ട്. അങ്ങനെ ഇവരെല്ലാം അങ്ങോട്ടേക്ക് പോവുകയാണ്. കൊസാക്ക ഓടിച്ചെന്ന് അവന്റെ ജാക്കറ്റൊക്കെ എടുത്തിട്ട് തീ കെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവളാണ് ഹിക്കാരി, അവളുടെ ആർട്ട് വർക്ക് തീ പിടിച്ചു. അവള് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അത് കത്തിപ്പോയതാണ്. അപ്പൊ നായകനാണെങ്കിൽ ഹിക്കാരിയെ പൊക്കിയെടുത്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഇത് ഹിക്കാരിയോട് ക്രഷുള്ള നമ്മുടെ ബോയ് നോക്കി നിൽക്കുകയാണ്. നായകൻ എന്നിട്ട് ഹിക്കാരിക്ക് ഫസ്റ്റ് എയ്ഡൊക്കെ കയ്യിൽ വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ രാവിലെ നിന്നെ കാറിൽ പോകുന്നത് കണ്ടായിരുന്നു, നിന്റെ കൂടെ ഒരു ബ്യൂട്ടിഫുൾ ലേഡി ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് അവൾ പറയാണ്, പക്ഷെ നീ മിയുവിനെ കെയർ ചെയ്യുന്നില്ലേ? അതിനൊന്നും അവൻ മറുപടി കൊടുക്കുന്നില്ല. എന്നിട്ട് ഷീന എന്നവൻ വിളിക്കുമ്പോൾ അവൾ പറയും, എന്നെ ഹിക്കാരിന്ന് വിളിച്ചാൽ മതി. ഇതൊക്കെ ഹിക്കാരിയോട് ക്രഷുള്ള ബോയ് പുറത്തുനിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. മിയു അതുവഴി നടന്നു വരുമ്പോൾ ഇവനിങ്ങനെ ഡോറിന്റെ അവിടെ നിൽക്കുന്നത് അവൾ കാണുകയാണ്. അങ്ങനെ അവൾ ചോദിക്കും, ഒസാക്ക നീ എന്താ ഇവിടെ നിൽക്കുന്നേ? അവളെ കണ്ടതുകൊണ്ട് അവൻ ഒന്നുമില്ലാന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. മിയു അകത്തേക്ക് വരുമ്പോൾ ഹിക്കാരി പറയും, കൊസാക്ക എൻ്റെ മുറിവ് ട്രീറ്റ് ചെയ്തു. മിയു ഹിക്കാരിക്കുള്ള അപ്പോളജി ലെറ്ററും കൊണ്ടാണ് വരുന്നത്. ആർട്ട് വർക്ക് ബേൺ ചെയ്തതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു അപ്പോളജി ലെറ്റർ കൊടുക്കേണ്ടി വരും. അവൾ അതും വാങ്ങി പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഇവർ രണ്ടും മുറിയിൽ ഒറ്റയ്ക്കാവും. മിയു അവനോട് ചോദിക്കും, നീ എന്തിനാ വോളണ്ടറിലി കൺഫസ് ചെയ്ത് ആ പെയിന്റ് ആക്സിഡന്റിന്റെ കാര്യം? അവൻ പറയും, അത് നിന്നെ ബോദർ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി, സീക്രട്ടായിട്ട് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവൾ വറീഡ് ആവുകയാണ്, കാരണം ഇവനിനി ചാർജ് ചെയ്യപ്പെടുകയാണെങ്കിലോ? അങ്ങനെ ചാർജ് ചെയ്യപ്പെടുകയാണെങ്കിലും നിനക്കിവിടെ നിൽക്കാനും പറ്റില്ല, വേറൊരു പ്ലേസും കിട്ടില്ല എന്നൊക്കെ അവളിങ്ങനെ വറീഡ് ആവുകയാണ്. അപ്പോൾ അവൻ എഴുന്നേറ്റിട്ട് കർട്ടൻ മാറ്റുകയാണ്. എന്നിട്ട് അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ കൈ മുറിഞ്ഞിരിക്കുകയാണെന്ന് പറയാണ്. എന്നിട്ട് ബാൻഡേഡ് എടുത്ത് അവളുടെ കൈ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഹിക്കാരിയും നമ്മുടെ ക്രഷ് ബോയിയുടെയും കോൺവെർസേഷനാണ്. അവൻ്റെ ആർട്ടിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹിക്കാരി പറയുന്നുണ്ട്, ഈ മിയുവിൻ്റെയും കൊസാക്കയുടെയും ഇടയിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ക്രഷ് ബോയ് പറയുന്നുണ്ട്, നിനക്കിങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നീ ഇങ്ങനെ ഡംബ് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഹിക്കാരി ചോദിക്കും, നീ എന്താ ദേഷ്യത്തിലെങ്ങാനും ആണോ? സാധാരണക്കാളും യൂഷ്വൽ ആയില്ലാത്ത രീതിയിൽ നീ പെരുമാറുന്നു. അവനതിന് മറുപടിയൊന്നും കൊടുത്തില്ല. ഇങ്ങനെ ഫോൺ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ടിട്ട് അത് അവനോട് പറയാണ്. ഒരു ബോയ് അവൻ എത്ര കാലം എക്സുമായിട്ട് റിലേഷനിൽ ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ചാണ് ആ പോസ്റ്റ്. അപ്പം നമ്മുടെ ക്രഷ് ബോയ് ഒസാക്ക ആണെങ്കിൽ ബുദ്ധയുടെ ആർട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ബുദ്ധയുടെ ഫ്രണ്ടിൽ വെച്ച് ഇങ്ങനത്തെ ഇമ്മോറൽ തിങ്സ് ഒന്നും പറയാതിരിക്കുക. അപ്പോൾ അവൾ അവനെ കളിയാക്കുന്നുണ്ട്, എന്താ ഇമ്മോറലോ? എന്നിട്ട് അവൾ ചോദിക്കുന്നു, നീ ബുദ്ധയുടെ പ്രതിമ ഉണ്ടാക്കിയിട്ട് നിനക്ക് മടുപ്പ് തോന്നുന്നില്ലേ? അവൻ പറയുന്നുണ്ട്, മടുപ്പ് എന്ന് പറയുന്ന വേർഡ് തന്നെ ആക്ച്വലി തെറ്റാണ്. എനിക്ക് എൻ്റെ ഇന്നർ സെൽഫുമായിട്ടുള്ള കോൺവെർസേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളിങ്ങനെ ചിരിച്ചിട്ട് ചോദിക്കും, നീ ഒരു മോങ്കാവാൻ തീരുമാനിച്ചിരിക്കുകയാണോ? അതിന് മറുപടിയായിട്ട് അവൻ പറയും, ലസ്റ്റ് കൊണ്ട് കൺട്രോൾ ചെയ്തിരിക്കുന്ന ലൈഫിനേക്കാളും എന്തുകൊണ്ടും നല്ലത് അത് തന്നെയാണ്. അത് കേട്ടിട്ട് അവളിങ്ങനെ ഓടി അവൻ്റെ അടുത്തേക്ക് പോയിട്ട് അവൻ്റെ തലയിൽ ഇങ്ങനെ പതുക്കെ കൈവച്ച് തലോടുകയാണ്. എന്നിട്ട് പറയും, ബാൾഡ് ഹെഡ് നിനക്ക് സ്യൂട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോങ്കാവുന്ന സ്വപ്നം നീ വെറുതെ വിടുന്നതായിരിക്കും നല്ലത്.
അത് കണ്ടിട്ട് അവൻ പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ്. അവന് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് പോവാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് പോവാം. അവൻ പറയും ആർട്ട് ഫെസ്റ്റിവൽ എത്താറായിട്ടുണ്ട്, നീ നിന്റെ ആർട്ട് വർക്കിൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്ത് കാണിക്കുന്നത് ഈ കഫയാണ്. കഫയിലെ ഈ സ്റ്റാഫ് ഉണ്ടല്ലോ, അവനാണെങ്കിൽ നമ്മുടെ മിയുവിനോട് ചെറിയൊരു ക്രഷ് ഉണ്ടെന്ന് തോന്നുന്നു. അവനാണെങ്കിൽ നമ്മുടെ മിയുവിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റൊക്കെ എടുത്ത് നോക്കിയിട്ട് അതിൽ ലൈക്ക് ചെയ്യാണ്. അപ്പൊ കൂടെയുള്ളവൻ പറയുന്നുണ്ട് നീ കൂടുതലായിട്ട് ലൈക്ക് ചെയ്താൽ അവർക്ക് നോട്ടിഫിക്കേഷൻ പോവും, അത് വിയേർഡായിട്ട് തോന്നത്തില്ലേ. അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മിയുവും അവളുടെ ഫ്രണ്ട്സും കൂടി അവിടേക്ക് വരികയാണ്. എന്നിട്ട് അവരെല്ലാരും കൂടെ ഒത്തിരുന്നിട്ട് കാമക്കുര ബാങ്ക്സിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് മറ്റേ ഒരാൾ വന്നിട്ട് അവരുടെ കോളേജ് ക്യാമ്പസിൽ മുഴുവൻ പെയിന്റിങ് ചെയ്തിട്ട് പോകുന്നുണ്ടല്ലോ, ആ ഇഷ്യൂ. അപ്പോൾ ഹിക്കാരി പറയുന്നുണ്ട് അവൾക്ക് ഉറപ്പാണിത്, ബാക്കി മുഴുവൻ ചെയ്തേക്കുന്നതും കൊസാക്കയാണെന്ന്. അപ്പൊ മിയു പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല, എല്ലാം ചെയ്തേക്കുന്ന അവനാണെന്ന് തോന്നുന്നില്ല. അപ്പൊ മറ്റേ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ അങ്ങനെ തോന്നാൻ കാരണം. മിയു പറയും ജസ്റ്റ് ഫീലിംഗ്, അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അവരെല്ലാരും കൂടി അവളിങ്ങനെ കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ ഹിക്കാരി ഒരു ഐഡിയ പറയുകയാണ്, നമുക്കൊരു ഡ്രിങ്കിങ് പാർട്ടി കൊസാക്കയുടെ വീട്ടിൽ വെച്ചിട്ട് നടത്താം, അപ്പൊ നമുക്ക് അവനെക്കുറിച്ച് കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാമല്ലോ. എന്നിട്ട് മിയുവിനോട് ചോദിക്കുകയാണ് നിനക്കും അവനെക്കുറിച്ച് അറിയാനായിട്ട് ആകാംക്ഷയില്ലേ. അപ്പോൾ അവൾ പറയും ഇല്ല. വീണ്ടും അവരെല്ലാം കൂടി ചേർന്ന് അവളെ കളിയാക്കുകയാണ്. അപ്പോഴാണ് അവിടെ നിനക്ക് ഹിക്കാരിയുടെ ക്രഷ് ബോയും നമ്മുടെ നായകനും കൂടി വരുന്നത്. അപ്പോൾ ഹിക്കാരി പറയും ഞങ്ങൾ നിന്റെ വീട്ടിലേക്ക് പാർട്ടി നടത്തുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കൊസാക്ക പറയും ഞാൻ എൻ്റെ വീട്ടിലേക്ക് അങ്ങനെ അധികം ഇൻവൈറ്റ് ചെയ്യാറില്ല. അപ്പോൾ ഹിക്കാരി ചോദിക്കും നിന്റെ ഗേൾഫ്രണ്ടിനെ പോലും ഇൻവൈറ്റ് ചെയ്യാറില്ലേ, അതോ നീ അവളുടെ വീട്ടിലാണോ പോകാറ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അവരിങ്ങനെ ഓരോരുത്തരുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, ഉത്തരം പറയുന്നു, അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഹിക്കാരി അവനോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ ക്രഷ് ബോയ് ആണെങ്കിൽ കൊസാക്കയുടെ വലിയ ഫാനും കൂടിയാണ്, അപ്പൊ അത് കാരണം അവൻ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. എങ്ങനെയാണ് ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആകുക എന്നൊക്കെ ക്രഷ് ബോയ് ചോദിക്കും. അപ്പൊ കൊസാക്ക പറയും ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നീ ഉദ്ദേശിക്കുന്നത്. ക്രഷ് ബോയ് ഒസാക്ക പറയും ഇങ്ങനെ കാലാകാലങ്ങളോളം നിലനിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ്. നമ്മുടെ നായകൻ പറയും അങ്ങനെ കാലാകാലങ്ങളോളം നിൽക്കുന്ന എന്താണ് ഈ ലോകത്തുള്ളത്, ഫോർ എവർ ആയിട്ട് ഒന്നും തന്നെ ഇല്ല. അത് കേൾക്കുമ്പോൾ മിയുവിന് ഒരുമാതിരിയായിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ബായ് പറഞ്ഞിട്ട്. അവൾ നേരെ പോകുന്നത് അവളുടെ ഹാർട്ട് ഫിനിഷ് ചെയ്യാനുണ്ട് എന്നും പറഞ്ഞിട്ടാണ്. ഇവരെല്ലാവരും അവരുടെ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് അവരവരുടെ പ്ലേസിലേക്ക് പോവാണ്. അപ്പൊ ഹിക്കാരിയും അവളുടെ ക്രഷ് ബോയ് ഒസാക്കയും ഒരേ റൂട്ടിലായിട്ടാണ് പോകുന്നത്. കാലി കഴിച്ചപ്പോ ഹിക്കാരി റോഡിന്റെ സൈഡില് ഫുട്പാത്തിലിരിക്കുകയാണ്. ഒസാക്ക അവിടെ ഇരുന്നു. അപ്പോ അവള് പറയാണ് ക്ലോസർ ലുക്കിൽ നിന്നെ കാണാനായിട്ട് പ്രെറ്റി ഹാൻസം ആണ് എന്ന് പറഞ്ഞിട്ട് അവനെ കിസ് ചെയ്യാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് കൊസാക്ക മിയുവിന്റെ അടുത്തേക്ക് വരുന്നതാണ്. അവളുടെ ആർട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനവൾക്കുള്ള ഫുഡുമായിട്ടാണ് വന്നത്. അവൾ അവിടെ ഇരുന്നൊന്നും കഴിച്ചില്ല എന്നുള്ളത് അവൻ ശ്രദ്ധിച്ചായിരുന്നു. എന്നിട്ട് അവൾ അവനോട് ചോദിക്കും നിന്റെ ആർട്ടിൽ എങ്ങനെയാണ് ഹെസിറ്റേഷന്റെ ഒരു ട്രേസ് പോലും കാണാത്തത്. അവൻ തിരിച്ചു ചോദിക്കും അത് നിനക്ക് അങ്ങനെയാണോ ഫീൽ ചെയ്യപ്പെടുന്നത്. എനിക്കത് കാണുമ്പോൾ തോന്നുന്നത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും ഹേർട്ട് ചെയ്യപ്പെടാത്ത ഒരാളാണത് ചെയ്തതെന്നാണ് എനിക്ക് തോന്നാറ്. അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് അവൻ മിണ്ടാതിരിക്കും. ആ സൈലൻസിൽ അവൾ അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അവൻ്റെ കവിളിൽ കൈവെക്കും. അത് കാരണം എഴുന്നേറ്റിട്ട് അവൻ അവളെ കിസ് ചെയ്യുകയാണ്. അവരുടെ റൂമിലേക്ക് നടന്നു വന്ന ഒരു ബോയ് ഇവർ രണ്ടും കൂടി കിസ് ചെയ്യുന്നത് കണ്ടു. പക്ഷെ അതുപോലും അവരറിഞ്ഞില്ല, അതറിയാണ്ട് അവർ കിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യുക. സ്നേഹത്തോടെ സൈനിങ് ഓഫ് ദി സ്റ്റോറി പാണ്ട.